നമസ്കാരം. ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. അതേസമയം മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി, യാത്രാമാർഗമൊക്കെ അടഞ്ഞു. ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അത്യന്തം ദുഷ്കരമായ രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും ഇന്നും പ്രദേശത്ത് ഉണ്ടാവുക. ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻ മുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഇതിൽ കൂടുതൽ ഒന്നും ഉണ്ടാകാനുമില്ല എന്നാണ് ചൂരൽമലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത്. കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ മരവിപ്പ് തന്നെയായിരുന്നു രക്ഷപ്പെട്ടവരുടെ മുഖത്തും. കുടുംബമൊന്നാകെ മണ്ണിൽ പുതഞ്ഞുപോയവർ, വീടിൻ്റെ തറക്കല്ല് മാത്രം അവശേഷിച്ചവർ, ഉറ്റവർ ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കാതെ നിലവിളിക്കുന്നവർ, 2 ആഴ്ച മുൻപ് മാത്രം വീട് വെച്ച് താമസം തുടങ്ങിയവർ, വീടിൻ്റെ പണി പൂർത്തിയാക്കി ഉടൻ പാലുകാച്ചൽ നടത്താൻ കാത്തുനിന്നവർ, ഇവരെല്ലാം ചൂരൽമലയിൽ കണ്ണീരിൽ മുങ്ങി മരവിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ പുഴയിൽ വെള്ളം കലങ്ങിമറിഞ്ഞു വന്നിരുന്നു. അപകടം മണത്തറിഞ്ഞ അധികൃതർ പരമാവധി പേരെ മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച തന്നെ വൈകിട്ട് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പുഴയുടെ തീരത്തുള്ളവർ മാറാൻ തയ്യാറായി. എന്നാൽ പുഴയിൽ നിന്ന് 10 മീറ്ററോളം ദൂരെ മാറി വീടുള്ളവർ മാറാൻ തയ്യാറായില്ല. പുലർച്ചെ ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ ചിലർ വീട് വിട്ടുപോയി. അവരിൽ ചിലർ രക്ഷപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ സകലതും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പോയത്. മുണ്ടക്കൈയിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയവരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് 20-30 കിലോമീറ്റർ അപ്പുറം അടുത്ത ജില്ലയായ മലപ്പുറം പോത്തുകല്ലിൽ നിന്നാണ്. മുണ്ടക്കൈയിലുണ്ടായ ജലബോംബിൻ്റെ പ്രകമ്പനം അത്രമാത്രമുണ്ടായിരുന്നു. ഈ പുഴ ഒഴുകിയ വഴി കൊടും കാട്ടിലൂടെയാണ്. കാട്ടിലെ മരത്തിലൊന്നും കുടുങ്ങാതെയാണ് 30-ലധികം മൃതദേഹങ്ങൾ പോത്തുകല്ലിൽ എത്തിയത്. ലഭിച്ച ദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതവുമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നു. ചൂരൽമല പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയായി. കയറിൽ കെട്ടിയാണ് ആളുകളെ ഇക്കരെ എത്തിച്ചത്. ഹെലികോപ്റ്റർ എത്തിയെങ്കിലും മുണ്ടക്കൈയിലേക്ക് പോകാൻ കാലാവസ്ഥ പ്രതികൂലമായതുമൂലം സാധിച്ചില്ല. ചൂരൽമലയിൽ തകർന്ന പാലത്തിന് അക്കരെ ഇറക്കിയ ഹെലികോപ്റ്ററിൽ ഒരു തവണ മാത്രമാണ് ആളുകളെ കയറ്റാനായത്. കനത്ത മഴയും കാഴ്ചമറയ്ക്കുന്ന കോടമഞ്ഞും മൂലമാണ് ഹെലികോപ്റ്ററിന് മുണ്ടക്കൈയിലേക്ക് പോകാൻ സാധിക്കാത്തത്. മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അവിടെയുള്ള കുറേ പേരെ കാണാനില്ല എന്നതാണ് വിവരം. അവരുടെ കണക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും അറിയില്ല. എത്ര വീടുകൾ തകർന്നെന്നോ, എത്ര പേർ ജീവനോടെ ഉണ്ടെന്നോ, എത്ര പേർ ഒഴുകിപ്പോയെന്നോ, അവർ എവിടെ എത്തിയെന്നോ ഒന്നും അറിയില്ല. ഇന്ന് ഇപ്പോൾ ആരംഭിക്കുന്ന തെരച്ചിലോടെ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയെങ്കിലും ലഭിക്കൂ. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും ലഭിക്കണേ എന്ന് പ്രതീക്ഷിക്കുന്നവരും ചൂരൽമലയിലുണ്ട്. അത്ര വലിയ ദുരന്തമാണ് പ്രദേശത്ത് ഉണ്ടായത്. മനുഷ്യ ജീവന് സത്യം പറഞ്ഞാൽ ഒരു വിലയുമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പ്രദേശം എത്തിയിരിക്കുന്നത്. മനുഷ്യൻ വെറും ചവറ് കൂനകളായി മാറുന്ന കാഴ്ച, മനുഷ്യ ജീവൻ ഒഴുകി നടക്കുന്ന കാഴ്ച, പലരും മണ്ണിനടിയിലും ചെളിക്കടിയിലുമൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ദുരന്ത കാഴ്ച, ഇതാണ് ഇന്നലെ കണ്ടത്. ഇന്നും സമാനമായ കാഴ്ചകൾ തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. അത്രയ്ക്ക് വ്യാപ്തിയാണ് ഈ ദുരന്തത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും രക്ഷാപ്രവർത്തനം രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ അവശേഷിക്കുന്നവരെ കണ്ടെത്തുകയായിരിക്കും പ്രാഥമിക ലക്ഷ്യം. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ തിരയുക. നാശനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. വാഹനങ്ങൾ, മൃഗങ്ങൾ, അങ്ങനെ എന്തെല്ലാം, എല്ലാവരുടെയും സ്വപ്നങ്ങൾ തല്ലിത്തകർത്തുകൊണ്ടാണ് ഉരുൾ ദുരന്തം ഉണ്ടായത്.